മാനിഫെസ്റ്റേഷൻ നടത്തുന്നതിന് ദൈവവിശ്വാസിയാകേണ്ട കാര്യമുണ്ടോ? ശരിയായ ഉത്തരം അങ്ങനെ വേണ്ട എന്നാണ്. എന്ന് പറഞ്ഞ് ദൈവവിശ്വാസിയായ ആൾക്കാർക്ക് മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്നും അർത്ഥമില്ല. ദൈവവിശ്വാസം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൂടുതലായി വർക്ക് ചെയ്യും എന്നും അർത്ഥമില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റേഷന്റെ റിയൽ സയൻസ് ആണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ എല്ലാ സമയത്തും ഒരുപാട് സിഗ്നലുകൾ ബ്രെയിനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ സിഗ്നലുകളെല്ലാം ബ്രെയിൻ ഒരുമിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അത് ഫിൽറ്റർ ചെയ്യാൻ ബ്രെയിനിൽ ഒരു മെക്കാനിസം ഉണ്ട്. അതിന്റെ പേരാണ് റെറ്റിക്കുലാർ ആക്ടിവേഷൻ സിസ്റ്റം. ഇത് മനസ്സിലാകുന്നതിന് നമ്മൾ ഒരു നിമിഷം ഇപ്പോൾ ഒന്ന് കണ്ണടച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. ഇത് നേരത്തെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ നമ്മുടെ ബ്രെയിൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, അറ്റൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം വഴി ഫ്രീ ആയി കടന്നു വരുന്ന ചില സിഗ്നലുകളുണ്ട്. അതിന് ഏറ്റവും പ്രയോറിറ്റി കിട്ടും. അതിലൊന്നാണ് സർവൈവൽ. ഒരു അപകടം വരുന്നു എന്ന് വിചാരിക്കുക, ആ സിഗ്നൽ ഒരു തടസ്സവും കൂടാതെ ബ്രെയിനിലേക്ക് റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം പാസ് ചെയ്യും. പേടി, ആങ്സൈറ്റി തുടങ്ങിയ വികാരങ്ങളൊക്കെ ഒരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലും. ഇത് കഴിഞ്ഞ രണ്ടാമത്തെ പ്രയോറിറ്റി സ്ട്രോങ് ഇമോഷൻസിനാണ്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ വളരെ സന്തോഷം തരുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ സ്ട്രോങ് ഇമോഷൻസ് വരുന്ന കാര്യങ്ങളേലും ഒരു തടസ്സവുമില്ലാതെ ബ്രെയിനിലേക്ക് കടത്തിവിടും. മൂന്നാമത്തെ പ്രയോറിറ്റി റെപ്പറ്റീഷൻ ആണ്. സ്ഥിരമായി കാണുന്ന കാര്യങ്ങൾ, ആവർത്തിച്ച് കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം ബ്രെയിനിലേക്ക് കടത്തിവിടും. കാരണം ഇതിന് എന്തോ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നാണ് ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രയോറിറ്റി കിട്ടുന്നത് ക്ലാരിറ്റിക്കാണ്. വളരെ കൃത്യമായ ഒരു ഇമേജ് ആണെങ്കിൽ, ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും ബ്രെയിനിലേക്ക് കടത്തിവിടും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യും എന്നുള്ളത്. നമ്മൾ മാനിഫെസ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന പല ടെക്നിക്കുകളും യഥാർത്ഥത്തിൽ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം പാസ് ചെയ്ത് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിലാണ് റെപ്പറ്റീഷൻസ് വരുന്നത്, അഫർമേഷൻസ് വരുന്നത്, ക്ലാരിറ്റിയോടുകൂടി എഴുതി വെക്കുന്നത്. ഇതെല്ലാം മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ഉപയോഗിക്കാൻ കാരണം ഇതുവഴിയാണ് റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം പാസ് ചെയ്ത് ഒരു സിഗ്നലിനെ അല്ലെങ്കിൽ ഒരു മെമ്മറിയെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ലോഡ് ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെ ബ്രെയിനിലേക്ക് എത്തുന്ന സിഗ്നലുകളെ ആദ്യം വിശകലനം ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡാണ്, അതായത് അനലിറ്റിക്കൽ മൈൻഡ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതിനെ അടുത്ത ലെവൽ ഓഫ് മെമ്മറിയിലേക്ക് കടത്തിവിടും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ സേവ് ചെയ്യപ്പെടുന്ന മെമ്മറീസ് ആണ് നിങ്ങൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്മറീസ്. എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റേജ് ഫ്രൈറ്റ് അഥവാ സഭാകമ്പം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യാനും സംസാരിക്കാനുമുള്ള ബുദ്ധിമുട്ട്. ഇത് ഒരു പേടിയാണ്, ഒരു ഫിയർ ആണ്. സ്വാഭാവികമായിട്ടും റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം ഈ ഫിയറിനെ കടത്തിവിടും. സഭ കാണുമ്പോൾ തന്നെ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം അത് ബ്രെയിനിലേക്ക് കടത്തിവിടും. പേടിക്കേണ്ട സംഭവം വന്നിട്ടുണ്ട്. പലതവണ ഇതേ അനുഭവം ആവർത്തിച്ച് വരുന്നതോടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ വിശ്വാസം ഉറച്ചു പോകും. സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ ഈ ഫിയർ ആവർത്തിച്ച് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എപ്പോഴൊക്കെ സദസ്സിനെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചാലും, എത്ര അഫർമേഷൻ നിങ്ങൾ പറഞ്ഞാലും, ഞാൻ ഇന്ന് സദസ്സിനെ അഭിമുഖീകരിക്കും, ഞാൻ ഇന്ന് സക്സസ്ഫുൾ ആയി പ്രസംഗിക്കും എന്നൊക്കെ സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡിലെ ഈ പ്രോഗ്രാം ആയിരിക്കും കൂടുതൽ ശക്തമായി റൺ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? മാനിഫെസ്റ്റേഷൻ തുടങ്ങേണ്ടത് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലാണ്. നിങ്ങൾക്ക് എന്താണോ സാധിക്കേണ്ടത് അത് റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം വഴി കടത്തി കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കുക. തുടർച്ചയായി റിപ്പീറ്റഡായി അത് കോൺഷ്യസ് മൈൻഡിൽ എത്തുന്നതോടെ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ബിലീഫ് സിസ്റ്റമായി ഉറച്ചു വരും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ബിലീഫ് സിസ്റ്റം ഉറച്ചു വരുന്നതോടെ നിങ്ങൾക്ക് ആ ആഗ്രഹം നടത്തി തരുന്നതിനായി നിങ്ങളുടെ ബ്രെയിൻ അവസരങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. ദ റെഡ് കാർ തിയറി എന്നൊരു സൈക്കോളജി ഉണ്ട്. അതായത് ചുവന്ന കാറുകൾ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, അത് വളരെ ഇന്റൻസ് ആയി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇന്ന് എന്തായാലും കുറെ ചുവന്ന കാറുകൾ കാണണം എന്ന് വളരെ സ്ട്രോങ് ആയി ആഗ്രഹിക്കുകയും അത് റിപ്പീറ്റഡായി മനസ്സിൽ പറയുകയും ചെയ്താൽ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം ഇതെന്തോ പ്രാധാന്യമുള്ളൊരു വസ്തുതയാണെന്ന് കണ്ടെത്തി അത് ബ്രെയിനിലേക്ക് പാസ് ചെയ്യും. നിങ്ങളുടെ കണ്ണിലൂടെ അതിനു മുമ്പ് ഒരുപാട് കാറുകളുടെ പിക്ചർ ബ്രെയിനിലേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിലും റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം ഇതെല്ലാം ഫിൽറ്റർ ചെയ്ത് കളയുന്നുണ്ടാവും. പക്ഷേ ഇന്ന് ചുവന്ന കാർ എന്ന് പറയുന്ന സിഗ്നൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം ബ്രെയിനിനോട് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾ ചുവന്ന കാറുകൾ കാണാൻ തുടങ്ങും. ഇത് ചുവന്ന കാറുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് സംഭവിച്ചതല്ല, നിങ്ങളുടെ അറ്റൻഷൻ മാറിയത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതേ മെറ്റഫോർ തന്നെ നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളുടെ കാര്യത്തിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കൺമുന്നിലൂടെ പല അവസരങ്ങൾ കടന്നു പോകുമ്പോഴൊന്നും നിങ്ങളുടെ ബ്രെയിൻ അതിന് അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവില്ല. അതിനെ വേണ്ട പ്രാധാന്യത്തോടുകൂടി റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം നിങ്ങളുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ ക്ലാരിറ്റിയോടുകൂടി ഒരു ഡ്രീം എഴുതി വെക്കുകയും ഇതാണ് എനിക്ക് വേണ്ടതെന്ന് ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നതോടെ ബ്രെയിൻ അതിന് അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങും. അതിന് ആവശ്യമായ അവസരങ്ങളെ ബ്രെയിൻ നിങ്ങൾക്ക് കണ്ടെത്തി തരും. ഇനിയാണ് മാനിഫെസ്റ്റേഷനിലെ അവസാന കടമ്പ, ബ്രെയിൻ സിൻക്രോണിസിറ്റി എന്നറിയപ്പെടുന്ന ആ കടമ്പ എന്താണെന്ന് മനസ്സിലാക്കാൻ അടുത്ത എപ്പിസോഡ് കാണുക. ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മാനിഫെസ്റ്റേഷൻ സാധിച്ചെടുക്കുന്നതിന് പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നത്.